CPM-ന്റെ പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അദ്ദേഹത്തെ വെള്ളപൂശാനായി പലതവണ CPM ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വെറുതെ ആകുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള നിർണായകമായ തെളിവുകൾ, അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അദ്ദേഹം സറണ്ടർ ചെയ്യണം, പോയി കീഴടങ്ങണം, ചോദ്യം ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുക, അതല്ലേ ഉള്ളൂ. വേറെ മാർഗ്ഗമില്ലല്ലോ. നമ്മുടെ IPC അനുസരിച്ച്, ന്യായ സംഹിത അനുസരിച്ച് വേറെ മാർഗ്ഗമില്ലല്ലോ. താലപ്പൊലി കൊണ്ടൊന്നും കൊണ്ടുവരാൻ പറ്റുന്ന വകുപ്പില്ലല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യാൻ തീർച്ചയായിട്ടും പോയേ പറ്റുള്ളൂ. പുള്ളി നീട്ടിയൊക്കെ പോകാം, പക്ഷേ അറസ്റ്റ് അവർ കോടതിയിൽ പോയി എങ്കിലും പേപ്പർ, പ്രത്യേകിച്ച് കോടതിയാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്, അതുകൊണ്ട് പേപ്പർ കൊണ്ടുവന്നെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും. പിന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കടുക്കുകയും ചെയ്യും. പത്മകുമാർ ഇപ്പോൾ കളിക്കുന്ന കളി മോശം കളിയാണ്. ഈ ഒരു അന്വേഷണ ഏജൻസിയെ വെറുപ്പിച്ചുകൊണ്ടുള്ളൊരു കളി കളിക്കുന്നത് നല്ല കളിയല്ല. അവർ ഡെപ്തിലേക്ക് ഇനി അന്വേഷിക്കും. അപ്പം ഒരു സഹകരിച്ച് പോകുന്നതാണ് എപ്പോഴും. കള്ളനെ സംബന്ധിച്ച് പോലീസുകാരനുമായിട്ട് സഹകരിച്ച് പോകുന്നതാണ് കള്ളന് നല്ലത്. അതാണല്ലോ കള്ളൻ്റെ തിയറി. അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യും, എന്നല്ലെങ്കിൽ പത്മകുമാർ കീഴടങ്ങേണ്ടി വരും. രണ്ടിലൊന്ന് ചെല്ലേണ്ടി വരും, രണ്ടിലൊന്ന് നടക്കും. ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോറ്റി ആയിരിക്കും ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിൽക്കും. ഇതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നിഷേധിച്ചല്ലോ. അയാൾ ചാനലുകാരെയൊക്കെ അടിച്ചു, ആട്ടി ഓടിച്ചു, അയാൾ തന്നെ നിഷേധിച്ചു. അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നില്ല, കറങ്ങി വാസുവിലെത്തി. വാസുവിലെത്ത സ്ഥിതിക്കുള്ള ഗുണം എന്താണ്? ഇനി പത്മകുമാർ ചെറിയ ആളാണ്, വാസുവാണ് വലിയ ആള്. പത്മകുമാർ നിങ്ങൾ ശ്രീത്ത് പറഞ്ഞനുസരിച്ച് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. MLA ആയിരുന്നു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കോന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. മാന്യനായ കോന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. CPM-ന്റെ മാന്യനായ നേതാവായിരുന്നു. എപ്പോഴാണ് ഇദ്ദേഹം ഈ കള്ളനായതെന്ന് നമുക്കറിയുന്നുകൂടാ. വളരെ മാന്യനായ നേതാവായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഉള്ളപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ പോയി, സെമിനാറിനൊക്കെ പോയി. ഞങ്ങൾ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. പിന്നെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളി MLA ക്കായി വേറെ മേഖലയിൽ പോയതിനു ബന്ധമില്ലാത്ത. അപ്പോൾ മാന്യനായൊരു CPM നേതാവായിരുന്നു. CPM-ൽ എളുപ്പമല്ലല്ലോ അഴിമതി. ഈ പറയുന്നവർക്ക് വ്യാപകമായ അഴിമതി നടത്തി CPM-നകത്ത് നിൽക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രയാസമാണല്ലോ. പക്ഷേ എന്നിട്ടും പത്മകുമാർ നിന്നു. അയാൾ വിശ്വാസി അല്ലാതിരുന്നിട്ടും ഇത് ഏറ്റെടുത്തു. അയാളുടെ കുടുംബത്തിൽ അമ്മൂമ്മയോ ആരോ അവിടെ ചെറിയ ബന്ധം എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് പുള്ളി അന്ന് ന്യായം പറഞ്ഞത്. അപ്പോൾ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ആർക്കോ അമ്മൂമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്നോ, ഹരിവരാസന് അല്ല അവിടെ എന്തോ പാട്ട് എഴുതിയെന്നോ എന്തോ പറയുന്ന പുള്ളിക്കാരൻ. അങ്ങനെ അത്രയും ആത്മബന്ധമുള്ള ഒരു ക്ഷേത്രത്തിൽ കയറി ഇതെല്ലാം കൊണ്ട് അടിച്ചുകൊണ്ട് പോയി പറഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ പത്മകുമാറിന്? ഇത് വലിയ കൂട്ടാളികളാണ്. ഇത് ഞാനൊരു കാര്യം പറയാം ശ്രീജിത്ത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്നറിയാമോ? മന്ത്രി ആഫീസ് മുതൽ പിയൂണിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിലെ പിയൂണ് വരെയുള്ള സകലവരും കാര്യങ്ങൾ അറിയാതെ നടക്കില്ല. ഇപ്പം പത്മകുമാറും മന്ത്രിയായിട്ട് സംസാരിക്കാതിരുന്ന് കാണുമോ കടമ്പള്ളി സുരേന്ദ്രനായിട്ട്? തീർച്ചയായിട്ടും സംസാരിക്കുമല്ലോ. ഇങ്ങനെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് സംസാരിക്കൂലേ? അതുപോലെ അത് പോട്ടെ, പ്രശാന്ത് സംസാരിക്കൂലേ വാസവനുമായിട്ട്? ഇങ്ങനെ ഒരു പഴയ ഇഷ്യൂ ഉണ്ടായി, നമ്മളത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കണം, എന്ത് വേണം? അല്ലെങ്കിൽ മിനിസ്റ്റർ പൊട്ടണമെന്ന് പറയേണ്ടി വരും. തൻ്റെ കീഴിലുള്ള സ്റ്റാഫ്, തൻ്റെ കീഴിലുള്ള ദേവസ്വം പ്രസിഡന്റ് വന്ന് ഇപ്പോൾ ജയകുമാർ സാർ തന്നെ, ഇപ്പോൾ ജയകുമാർ സാറിനെ വെച്ചല്ലോ, അദ്ദേഹം എന്ത് പറയേണ്ടി വരും? വാസവന് പോയി ഇടയ്ക്കിടയ്ക്ക് പോയി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരത്തില്ലേ? പക്ഷെ അത് നടക്കുന്നില്ല. നടക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇതിനകത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഈ പ്രതിസന്ധിയിൽ ആരാ വീഴാൻ പോകുന്നത്? ഇനിയിപ്പോൾ വേറൊരു സാധനമുണ്ട്, വേറെ വസ്തുവുണ്ട്, ഒരു വനിതയുണ്ട്, അവരെ പേരെന്താ, ജയശ്രീ. അവരും ഇതിനകത്ത് അവരെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ 2 ദിവസം 3 ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കോടതി. അല്ല, ഈ അറസ്റ്റുകൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. CPM-നെ പ്രതിസന്ധിയിലാക്കുമോ? അല്ലെങ്കിലും പ്രതിസന്ധിയിലാക്കും. ശബരിമല വിഷയം CPM വെളുക്കാൻ തേച്ചത് ഉണ്ടാവും, പാണ്ടാവും. അവർ ഈ ശരിക്കും പറഞ്ഞാൽ പിന്നെ അയ്യപ്പ സംഗമമൊന്നും നടത്തണ്ടായിരുന്നു. അയ്യപ്പ സംഗമം നടത്തിയുള്ള കുഴപ്പം എന്താണെന്നറിയാം? നടത്തിയപ്പോഴുള്ള കുഴപ്പം എന്നറിയാവോ? ഒരു വിഷയം ശബരിമലയിൽ 2018 സ്ത്രീകളെ കയറ്റി, അത് ജനങ്ങൾ മറക്കുകയാണ്. അപ്പൊ മറന്നു പോണ കാര്യത്തെ പിന്നെ എന്ത് ചെയ്യരുത്? ഓർമ്മിപ്പിക്കരുത്. കൊലപാതകം നടന്ന വീട്ടിൽ ഓണാഘോഷം നടത്തരുത്. ഓണാഘോഷം നടത്തിയുള്ള കുഴപ്പം എന്താണ്? ഓണാഘോഷത്തിന് പറഞ്ഞവർ കൂടുതൽ സംസാരിക്കണം എന്തെന്നായിരിക്കുന്നറിയാവോ? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുന്നു. കൊലപാതകം നടന്ന വീട്ടിൽ ഓണാഘോഷം നടത്തി നാട്ടുകാരെ എല്ലാം വിളിച്ചാൽ അവർ വന്ന് നിന്നിട്ട് സദ്യ കഴിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഇല്ല മൂലയിലാണ് കൊലപാതകം നടന്നത്. ശരിയല്ലേ? അല്ലെ, ഈ വീട്ടിലാണ് കൊലപാതകം നടന്നത്. അതുകൊണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നു. എവിടെ? ഈ അമ്മിണി അമ്മയെയും മറ്റേ മോനിഷയെ എന്ന് കുറെ പെണ്ണുങ്ങളുണ്ടായിരുന്നല്ലോ, ഫാത്തിമ, റഹ്മാൻ എന്നൊക്കെ പറഞ്ഞ്, രഹന ഫാത്തിമ എന്ന് പറഞ്ഞ് കുറെ സ്ത്രീകളെ അവിടെ കയറ്റി. ആ കയറ്റിയിട്ട് ആ സബ്ജക്റ്റ് അടയ്ക്കണം, പിന്നെ തുടരുത് ശബരിമല. അപ്പൊ ഇവരെന്ത് വിചാരിച്ചു? അയ്യപ്പ സംഗമം കൂടെ നടത്തി കഴിഞ്ഞാൽ മറ്റതും അടിയിലാവും, ഒന്നുകൂടി വോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. പ്രശാന്ത് വിചാരിച്ചു മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലൊക്കെ കയറി പറ്റാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അപ്പം സംഭവിച്ചെന്താണ്? നമ്മൾ ഒരു വിഷയം കെട്ടടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് നല്ല വെള്ളം കൊണ്ടിട്ട് കുത്തി ഇളക്കരുത്. അങ്ങനെയുണ്ട്. അഴുക്ക് താഴെ പോയി, ജനങ്ങൾ മറന്നു, ജനങ്ങളെ മനസ്സിൽ അടിയിൽ പൊട്ട് പോയി. ശബരിമല വിഷയമൊക്കെ പോയി. അപ്പം ശരി, പിണറായിയൊക്കെ സ്നേഹിച്ചാൽ പിന്നെ വോട്ട് കൊടുത്തല്ലോ. പിണറായി കിറ്റൊക്കെ കിട്ടിയപ്പോൾ വോട്ടൊക്കെ കൊടുത്ത് ശബരിമലയൊക്കെ ആളുകൾ മറന്നു. പിന്നെ അവിടെ പോയി വീണ്ടും ഒരു പൊടിയിട്ട് അതിനെ പൊക്കിയെടുത്തു. എന്ത് സംഭവിച്ചു?
പാണ്ടായി. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയം അവരെ മനസ്സിലുണ്ട്. അത് കയറ്റിയതുകൊണ്ട് ഇപ്പോഴത്തതുകൊണ്ട് ഈ സംഭവമുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് വന്നാൽ എന്തായാലും അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോശമാവും. അതാണ് വേറെ തമാശ. ഇപ്പം പിന്നെ ഇയാളെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ, ജനങ്ങൾ എന്താ വിചാരിക്കുക? ഗവൺമെൻറ് പോലീസിനെ വെച്ച് കളിക്കുന്നു, അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയായിട്ട് കാണുകയും അന്വേഷണ സംഘത്തെ ഗവൺമെൻറ് സ്വാധീനിച്ചതായിട്ടും അത് CPM അടി തിരിച്ചു വരും. അറസ്റ്റ് ചെയ്താലും വരും. രണ്ടായാലും CPM ഇതിനകത്തൊരു അടി കിട്ടും. മനസ്സിലായല്ലോ? ഇത് ഇത്രയും വിചാരിച്ചില്ല ആര്, ഭരണകക്ഷിയും CPM ഒന്നും ഇത്രയും വിചാരിച്ചില്ല. കാരണം ഈ വാസുവൊക്കെ ഇങ്ങനെ, നിങ്ങൾ വാസുവൊക്കെ ആരാന്ന് പിണറായി വിജയൻ്റെ വലം കൈ, ഈ ശിവശങ്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, പഞ്ചായത്ത് പ്രസിഡന്റ്, വിജിലൻസ് കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ ആള്, പിന്നെ മന്ത്രി PK ഗുരുദാസന്റെ PS, എന്തൊരായിരുന്നു സംഭവം. അപ്പം അതുകൊണ്ട് പിന്നെ സ്ത്രീകളെ അവിടെ കയറ്റാൻ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കിയത് ആരാണ്? വാസുവാണ്. അപ്പോൾ വാസുവിന് പണി കിട്ടണ്ടേ? അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വന്നിരിക്കുന്നു ശബരിമല. അതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ രണ്ട് ചോദ്യമാണ് നമുക്കുള്ളത്. ഒന്ന്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമോ? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പത്മകുമാർ സറണ്ടർ ചെയ്യേണ്ടി വരും. സറണ്ടർ ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ദോഷം ആർക്കുണ്ട്? ഗവൺമെൻറ്റിനുണ്ട്. പിന്നെ ആകപ്പാടെ ഗവൺമെൻറ്റിന് പറയാൻ പറ്റുന്ന എന്താണ്? ഞങ്ങൾ പത്മകുമാറിനെയും വാസുവിനെയൊന്നും എന്ത് ചെയ്തില്ല, സംരക്ഷിച്ചില്ലല്ലോ. അല്ല, പത്മകുമാറാണോ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത? ഇനി മുകളിലുണ്ട്. ഇനി പിന്നെ മുകളിൽ മന്ത്രിയല്ലേ ഉള്ളൂ. മന്ത്രി കട്ടു എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കടമ്പള്ളി സുരേന്ദ്രൻ കട്ടു എന്ന് നമ്മൾ പറയുന്നില്ല, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു പ്രിവിലേജ് കൊടുക്കുന്നു, മന്ത്രിയല്ലേ വാസവന്. പക്ഷേ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല, പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്ന് പറഞ്ഞാൽ അത് മന്ത്രിയും ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള റിലേഷൻ ഉണ്ടല്ലോ, ഒരു ബ്രീഫിംഗ് ഉണ്ടെന്നേ. അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഇനി അവർ പറഞ്ഞില്ലെന്ന് വരിക, ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞില്ലെന്ന് വരിക, ബാക്കിയുള്ളവരുണ്ട് അവിടെ. ആരും മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയില്ലേ? തന്ത്രി ഉൾപ്പെടെ ഇങ്ങനെ ഒരു കൊള്ള ഇവിടെ നടന്നിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ കട്ടള ഇളക്കി കൊണ്ട് പോയെന്ന് ആരും പറയാതിരിക്കുമോ? പറയാതിരിക്കില്ല. അപ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പങ്കുണ്ടോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ അറിഞ്ഞില്ല, ഞാനും രാമനാരായണ എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ പറ്റിക്കല. അല്ല, ഇത് പുറത്തു വന്നില്ലെങ്കിൽ അവിടെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അടിച്ചുകൊണ്ട് പോകുമായിരുന്നു അല്ലേ? അതല്ല, ശബരിമല പണ്ടും ഇങ്ങനെയല്ലോ, കത്തിച്ചു, തീ വെച്ചു, പിന്നെ വിഗ്രഹം അടിച്ചു പൊട്ടിച്ചു. പിന്നെ അത് എല്ലാവരുടെയും ഒരു കണ്ണിലെ കരടാണ്. കുറച്ചു കാലം മതക്കാർക്കായിരുന്നു അവിടെ പ്രശ്നം. കുറേ റിയൽ എസ്റ്റേറ്റുകാർക്ക്, ക്രിസ്ത്യാനികളായ കുറേ റിയൽ എസ്റ്റേറ്റുകാർക്കായിരുന്നു അത് അടിച്ചു മാറ്റി കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ കഴിഞ്ഞു, രാജാവിൻ്റെ കാലത്ത് അതൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തായി? വേറെ വിവാദമായി, സ്ത്രീകളുടെ വിവാദമായി, ഈ വിവാദമായി. കാരണം അത് സ്വത്തും പിന്നെ ഇതിനേക്കാൾ വലിയ, അയ്യപ്പനേക്കാൾ വലിയ നേതാക്കളൊക്കെ ഇവിടെയില്ല. ഗുരുവായൂർ ക്ഷേത്രം, ഒരുപാട് ക്ഷേത്രങ്ങളിൽ, ആറ്റുകാൽ ക്ഷേത്രമൊക്കെ ഉണ്ട്. എന്താ അവിടെയൊന്നും വിവാദം ഉണ്ടാക്കാത്തത്? ഇത് 450 കോടി രൂപ ബാങ്കിൽ തന്നെ കൊണ്ടിടുന്നുണ്ട്. 450 കിലോ സ്വർണ്ണം റിസർവ് ബാങ്കിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരുപാട് പണം വരികയല്ലേ സ്വർണ്ണമൊക്കെ. അപ്പോൾ അതിൻ്റെ പണവും സ്വർണവും അധികാരവും കൂടുന്നിടത്ത് അട്ടി കൂടുമെന്നുള്ള കാര്യം ഒരു ബേസിക് തിയറിയല്ലേ ശ്രീജിത്ത് സാറേ? അതിനകത്ത് സംഭവം വളരെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പം സംഭവിക്കും. അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അകത്തും. എന്തായാലും അദ്ദേഹം സറണ്ടർ ചെയ്യേണ്ടി വരും, പോലീസിൻ്റെ അടുത്ത് പോകേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.